കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട ഒരു പേരാണ് നടനും സംവിധായകനുമായിട്ടുള്ള മേജർ രവിയുടേത്. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് വീണ്ടും ഉയർന്നു കേൾക്കുന്നുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായി ഉണ്ടാകുമോ എന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് തന്നെ ചോദിച്ചറിയാം. സാർ നമസ്കാരം. വീണ്ടും ഇപ്പോൾ സാറിൻ്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. എങ്ങനെയാണ് ബി.ജെ.പിയുടെ ഒരു പട്ടികയിൽ സാർ ഇത്തവണയും ഇടം പിടിക്കാൻ സാധ്യതയുണ്ട്? കഴിഞ്ഞ പ്രാവശ്യം ലോക്സഭ എന്ന് പറഞ്ഞ് ഞാൻ ബാക്കൗട്ട് ചെയ്തിട്ടുള്ള കാര്യം ഇവിടെ എറണാകുളത്ത് നിൽക്കാനായിരുന്നു. അതിന് മുമ്പ് പാലക്കാട് കേട്ടിട്ടുണ്ടെന്ന്. പക്ഷേ ഒരു 15 ദിവസം മാത്രം ബാലൻസ് ഉള്ള സമയത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശാരീരികമായിട്ട് ഇറ്റ്സ് നോട്ട് പോസിബിൾ. ആ വെയിലത്ത് കിടന്ന് ഓടിയിട്ട് ഈ 15 ദിവസം കൊണ്ട് എന്ത് നേടാൻ എന്നുള്ളത്. നമ്മളൊരു സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ നമ്മൾ വർക്ക് ചെയ്തിട്ട് ആ ജനങ്ങളെ കൺവിൻസ് ചെയ്ത് ഞാനെന്ന വ്യക്തി എന്താണ് എന്നെ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഉപകാരം, അല്ല എൻ്റെ ഉപകാരമല്ല. ഞാൻ ഇപ്പോൾ MLA ആയി അല്ലെങ്കിൽ MP ആയി പോയി കഴിഞ്ഞിട്ട് എനിക്കുള്ള ഉപകാരത്തിനല്ല ഞാൻ നിൽക്കുന്നത്. ബിക്കോസ് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് പറ്റാത്തതുകൊണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഡൽഹി വരയ്ക്ക് എത്തിച്ച് ഞാൻ എസ്കേപ്പ് ആയത്. പക്ഷേ ഇപ്രാവശ്യം പേരുകൾ അവിടെ ഇവിടെയൊക്കെ കേൾക്കുന്നുണ്ട്, പലയിടത്തും വിളിച്ച് ചോദിച്ചിട്ടുമുണ്ട്. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ സമയം കിട്ടുന്നു, അറ്റ്ലീസ്റ്റ് ഒരു 2 months ടൈമൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് എവിടെയാണെങ്കിലും പോയിട്ട് വർക്ക് ചെയ്ത് ഒരു 10 വോട്ടെങ്കിലും ഞാൻ കൂടുതൽ പിടിച്ചില്ലെങ്കിൽ, കഴിഞ്ഞ പ്രാവശ്യം അവിടുത്തെ സ്ഥാനാർത്ഥി ഉണ്ടാക്കുന്നതിനേക്കാൾ പിടിച്ചില്ലെങ്കിൽ, അതുപോലെ ചില വാഗ്ദാനങ്ങൾ നമ്മൾ എന്താണ് ആ സ്ഥലത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അല്ല കഴിഞ്ഞ MLA എന്ത് ചെയ്തു അല്ലെങ്കിൽ കഴിഞ്ഞ പാർട്ടിക്കാരെന്ത് ചെയ്തു ഇതിനെക്കുറിച്ചൊന്നും ഞാൻ ബോധേഡല്ല. ഞാനെന്ന വ്യക്തി ഒരു MLA ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു BJP സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ സെൻട്രലിൽ BJP ആണ് ഭരിക്കുന്നത്. അപ്പോൾ ഞാൻ ജയിച്ചു പോയി കഴിഞ്ഞാൽ അത് സെൻട്രലിൽ എനിക്ക് എന്തും ഡിമാൻഡ് ചെയ്യാൻ പറ്റും എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് വേണ്ടിയിട്ട്. ഞാൻ എവിടെ നിൽക്കുന്നു അവിടെ ഞാൻ വാക്ക് കൊടുക്കുന്നത് എനിക്ക് ചെയ്യിപ്പിക്കാൻ, സെൻട്രലിൽ നിന്ന് ചെയ്യിപ്പിക്കാനുള്ള കഴിവ് അവിടെ ഉണ്ടാവും. ഒരു MLA ജയിച്ചു വന്നിട്ടുള്ളതാണ്. അവിടെ ഇതും കൂടി ഞാൻ ചങ്കൂരത്തിൽ നിന്ന് പറയാൻ പറ്റും. ഞാൻ പറഞ്ഞ വാക്കുകൾ പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ, അത് സെൻട്രൽ എനിക്ക് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ രാജിവെക്കാനും കൂടെ ഒരു മടിയും കാണിക്കില്ല. കാരണം ജനങ്ങൾക്ക് വാക്ക് കൊടുത്തിട്ട് എന്നെ കൂടെ സാധിക്കുന്നില്ലെങ്കിൽ ഇതും കൂടെ പ്രോമിസ് ചെയ്തിട്ടായിരിക്കും ഞാൻ കളത്തിൽ ഇറങ്ങുന്നത്. സാറിൻ്റെ പേരുകൾ ഇപ്പോൾ ഏതൊക്കെ മണ്ഡലത്തിലാണ് ഇങ്ങനെ ഒരു പരിഗണന? ഒരു ചിലപ്പോൾ നേതൃത്വമായിട്ട് സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ. ഇല്ല, ഞാൻ നേതൃത്വമായിട്ട് സംസാരിച്ചിട്ടില്ല. പക്ഷെ പലയിടത്തും ഞാൻ കേട്ട് തൃപ്പൂണിത്തുറ കേൾക്കും, അപ്പോഴും ഞാൻ പറയും ഒന്നും മിണ്ടില്ല. പാലക്കാട് കേൾക്കും, ഞാൻ പറയില്ല. അവിടെ ഞാൻ പറയും നല്ല നല്ല പിള്ളേരവിടെ ഉണ്ട്, അവരെ പിടിച്ചു നിർത്തൂ. അപ്പം ഞാൻ നോക്കുന്നത് എന്താ വെച്ചെങ്കിൽ, നിങ്ങൾ ആർക്കും വേണ്ടാത്തൊരു സ്ഥലം ഉണ്ടെങ്കിൽ തന്നോ. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ഒരു മാറ്റം വരുത്താൻ എന്നെ കൊണ്ട് സാധിക്കുമെങ്കിൽ അവിടെയാണ് എൻ്റെ കഴിവെന്നുള്ളത്. തൃപ്പൂണിത്തുറ വലിയ രീതിയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു പേരാണ്. പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുനിസിപ്പാലിറ്റി വരെ BJP പിടിച്ചു നിൽക്കുന്നു. വലിയൊരു പ്രതീക്ഷ BJPക്ക് ഉണ്ട്. സ്വാഭാവികം കഴിഞ്ഞ വർഷം അത്തരത്തിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ താങ്കൾക്കത് പാർട്ടി തന്നെ തരാൻ തയ്യാറായാൽ? ഇല്ല, ഞാൻ നോക്കുന്നപ്പം നിങ്ങൾ ഈ MLA സ്ഥാനം വേണമെന്നും പറഞ്ഞിട്ട് എനിക്ക് ഈ സ്ഥലം വേണമെന്ന് ഞാൻ പറയില്ല. കാരണം ആ സ്ഥലം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്വാർത്ഥനാണ്. എനിക്കവിടെ ജയിക്കാൻ പറ്റും എന്ന് തോന്നുന്ന സ്ഥലത്ത് ഞാനവിടെ നിന്ന് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഞാൻ ജയിച്ചിട്ട് എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം. നിങ്ങൾ എവിടെ വേണമെങ്കിലും നിർത്തിക്കോ. അവിടെ ഞാനൊരു മാറ്റം വരുത്താൻ പറ്റുവാണെങ്കിൽ അവിടെയാണ് ഞാനെന്നുള്ള വ്യക്തി പാർട്ടിക്ക് വേണ്ടിയിട്ട് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളത് വരാൻ പറ്റുന്നത്. അതുപോലെ ജനങ്ങൾക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പം അതുകൊണ്ട് എനിക്കങ്ങനെ ഈസി ആയിട്ടുള്ളൊരു സ്ഥലം നിങ്ങൾ തന്നിട്ട് എന്നെ ഇതാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എവിടെ പറഞ്ഞാലും ഞാൻ നിൽക്കാം. പക്ഷേ ചില സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞാൽ അവിടെ നല്ല ആൾക്കാരുണ്ട്, അവിടെ ജനകീയരായിട്ടുള്ള ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സ്ഥലം കൊടുക്കൂ എന്നുള്ളതാണ് ഞാൻ പാർട്ടിയോടും പറഞ്ഞിരിക്കുന്നത്. അവരെ പോയിട്ട് അപ്സെറ്റ് ചെയ്യില്ല, കാരണം അവരവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. എവിടെ ഇല്ലാത്തൊരു സ്ഥലമാണെങ്കിൽ യെസ് ഐ വിൽ ട്രൈ ഇറ്റ് ഔട്ട്. സ്വാഭാവികമായിട്ട് പാർട്ടിയെ വളർത്തുന്നതോടൊപ്പം തന്നെ വലിയൊരു വെല്ലുവിളി ഈ തെരഞ്ഞെടുപ്പിൽ താങ്കൾ. കാരണം നമ്മൾ പാർട്ടിയെ വളർത്തുക, നമ്മൾ ഒരു പാർട്ടി എന്ന് പറയുമ്പോൾ ഇപ്പം സ്വാർത്ഥരായിട്ടുള്ള കുറേണത്തിന് നമ്മൾ ഓപ്പോസിഷൻ പാർട്ടിയിൽ ഇപ്പം എന്താണ് ഇപ്പം ലോക്സഭയിലൊക്കെ നടക്കുന്നത്? ഒരു പേപ്പർ ചുരുട്ടി പേപ്പറും പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഓപ്പോസിഷൻ ലീഡർ നിന്നിട്ട് ആ പാർലമെൻറ്റിൽ കാണിക്കുന്ന എന്തൊക്കെയാണ് കാണിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പാർലമെൻറ്റിന് നിരക്കാത്തതായിട്ടുള്ള പല കാര്യങ്ങൾ സ്പീക്കർ അടക്കം പറയുന്നുണ്ട്. ദിസ് ഇസ് അൺഎത്തിക്കൽ ടു ദ പാർലമെൻറ്റ്, ഡോണ്ട് ഡു ലൈക്ക് ദിസ്, ഡോണ്ട് ഡു ദാറ്റ്. ഇതൊന്നും മാനിക്കാത്തൊരു രീതിയിൽ നമ്മുടെ ഈ ഒരു ഭരണഘടന പോകുന്നു എന്ന് പറയുന്നത്. എന്നിട്ട് ഭരണഘടന പൊക്കി പിടിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. ആ ഭരണഘടനയ്ക്കകത്ത് എഴുതിയിട്ടുള്ളത് എന്താണെന്നുള്ളത് ഫോളോ ചെയ്യാൻ പറ്റാത്ത രാഷ്ട്രീയക്കാർ അവർ രാഷ്ട്രീയത്തിൽ നിൽക്കരുത്. ദാറ്റ് മീൻസ് അവർ നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിനാണ്. ഞാനെന്ന വ്യക്തി കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രതിനിധി. ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇലക്ഷൻ വരുന്ന സമയത്ത് പലതും പ്രോമിസ് ചെയ്യുന്നുണ്ട്. അത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ
അത് നമ്മളൊരു ടൈം ഫ്രെയിം കൊടുക്കണം. ഞാൻ ആ ഒരു സംഭവം ഞാൻ ഫോളോ ചെയ്യും. എന്നെ നിർത്തുകയാണെങ്കിൽ ഞാൻ അവിടെ ഫോളോ ചെയ്ത് ഈ വാക്ക് എന്നെ കൊണ്ട് പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു വർഷത്തിനകത്ത് അപ്പം ഞാൻ റിസൈൻ ചെയ്യാമല്ലോ. എനിക്ക് എൻ്റെ പാർട്ടി എന്നെ സപ്പോർട്ട് ചെയ്തില്ല, ഞാനിതെല്ലാം കഴിഞ്ഞ് ജനങ്ങൾക്ക് വാക്കും കൊടുത്ത് വന്നിട്ട് ആ പാർട്ടി എന്നെ സപ്പോർട്ട് ചെയ്തില്ല, ഞാൻ എന്താ വേണ്ടത്, എനിക്ക് ഇന്ന സ്ഥലത്ത് ഇന്ന റോഡ്, ഇതല്ലെങ്കിൽ ഇന്നത്, ഞാൻ ഒരു ആസ്പത്രി അവിടെ വേണം, ഇതൊക്കെ ഞാൻ പ്രോമിസ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ കാര്യങ്ങളാണ്. അതുപോലും എനിക്ക് നടത്താൻ പറ്റിയില്ലെങ്കിൽ ഞാൻ റിസൈൻ ചെയ്ത് വിട്ടു പോയിരിക്കുക. അങ്ങനെയുള്ളൊരു സ്ഥാനാർത്ഥിയായിരിക്കും ഞാൻ. കാരണം എനിക്ക് വേണ്ടി ഞാൻ നിൽക്കുന്നില്ല. എന്തെങ്കിലും മരിക്കുന്നവർക്ക് ജനങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുവാണെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയായിരിക്കും. ഓക്കെ, ഏതായാലും വളരെയധികം നന്ദി. ഏതായാലും അദ്ദേഹം ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ പരിഗണിച്ചാൽ പോലും തനിക്ക് ജയസാധ്യത ഒട്ടുമില്ലാത്ത ഒരു സ്ഥലത്ത് തന്നെ ജയിച്ചുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി ഒരു നിസ്വാർത്ഥമായിട്ടുള്ള പ്രവർത്തനം നടത്താൻ കഴിയണമെന്നുള്ളൊരു കാര്യമാണ് ഏതായാലും സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് മേജർ രവി പ്രതികരിച്ചത്. ക്യാമറമാൻ ബൈജു CS-നൊപ്പം കിരൺകുമാർ, അമൃത ന്യൂസ്, കൊച്ചി.